ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു പാസ്ത തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്പെഗത്തിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ പാസ്തയുടെയും കുക്കിംഗ് ടൈം അതിൻ്റെ കവറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അതിനനുസരിച്ച് കുക്ക് ചെയ്യാം. ഇതിനിപ്പോൾ 8 മിനിറ്റാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനൊന്ന് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ സ്പെഗത്തിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി പാസ്തയിലേക്ക് ആവശ്യമായ ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ. ഇനി അല്പം ബട്ടറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണേൽ ഓയിൽ യൂസ് ചെയ്യാം. ബട്ടറിലാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു തിക്ക് സോസ് തയ്യാറാക്കാം. അപ്പോൾ വീണ്ടും ബട്ടറിൽ ഗാർലിക്, ഫൈൻലി ചോപ്ഡ് ഓണിയൻസ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായി സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കിംഗ് ക്രീമും പാസ്ത വേവിച്ച വെള്ളത്തിൽ നിന്ന് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായി വേവിച്ച് വെച്ച സ്പെഗത്തിയോ പാസ്തയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി അവസാനമായി അല്പം ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഒതൻറ്റിക് സ്റ്റൈലൊന്നുമല്ല, നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.